ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 1/2 kg എഗ്ലെസ് കേക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി ചെറിയൊരു അബദ്ധം പറ്റിയ കേക്കാണ്. കാരണം എൻ്റെ നെയ്ബർ തന്നെ തന്ന ഓർഡറായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഡേറ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് സ്പഞ്ചൊക്കെ ഉണ്ടാക്കി എന്ന ശേഷമാണ് മക്കൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നല്ല 25th പറഞ്ഞു. അപ്പോൾ പിന്നെ ആ സ്പഞ്ച് ഞങ്ങൾ കഴിച്ചു. പിന്നീട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. നമ്മൾ നോർമൽ കേക്ക് പോലെയല്ല. ആക്ച്വലി എഗ്ലെസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ സ്പഞ്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ, പ്രത്യേകിച്ചും എനിക്ക്. കാരണം ഞാൻ എപ്പോൾ എഗ്ലെസ് കേക്ക് ഉണ്ടാക്കിയാലും ഞാൻ 2 തവണ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അത് തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു ഇതിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, എഗ്ഗ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്ര സോഫ്റ്റ്നെസ് ഇല്ലെങ്കിലും നല്ല കേക്കായിരുന്നു, നല്ല സ്പഞ്ചായിരുന്നു കേട്ടോ. കാരണം അധികം നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് വെറ്റ് ചെയ്യില്ല. കാരണം അത്യാവശ്യം മോയിസ്റ്റായ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ വെറ്റ് ചെയ്യില്ല, ചെറിയ രീതിയിൽ മാത്രമേ വെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് ബട്ടർ സ്കോച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കമൻ്റൊക്കെ ഇടാം കേട്ടോ. കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ലൈക്കും കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ചെറിയൊരു മടി. പോട്ടെ, മറ്റേ ആരോ ഏതോ റീൽസിൽ പറഞ്ഞതുപോലെ ആളുകൾക്ക് അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാവുന്നേ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് ഭാഗത്ത് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.